പുറത്തേക്ക് നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് എത്തിയ സന്തോഷ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത്. കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോവലില്ലേന്ന്. ഇന്ന് പിന്നെ ഞാൻ എടുത്തു വെച്ച വീഡിയോ കൂട്ടുകാരെ കാണിക്കാതിരിക്കണതും ശരിയല്ലല്ലോ. ഞാൻ പിന്നെ എന്തിനാലേ വീഡിയോ എടുത്തു വെച്ചത്. ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സൂര്യമോൾക്ക് പനിയായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അമ്മക്ക് ഈ പകർച്ചപ്പനി ആയതുകൊണ്ട് ചിലപ്പോൾ അമ്മക്ക് ഉണ്ടാവില്ല എന്നൊരു പേടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളായിട്ട് അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം അമ്മ എവിടേക്കും പോകണതല്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പം അമ്മ സൂര്യമോളെ കണ്ടാണ്ട് സത്യം പറഞ്ഞാൽ അമ്മക്ക് ഭയങ്കര ഇടങ്ങേറായി. കാരണം വിഷമമായി. സൂര്യമോളുള്ള തടിയൊക്കെ പറ്റിപ്പോയി. ഓളെ മുഖമൊക്കെ ആകപ്പാട് എന്തൊക്കെയൊരു പോലായി, പനീൻ്റെ ക്ഷീണം കാരണം കേട്ടോ. അപ്പോൾ കുറച്ചൊരു കുറവുള്ള ദിവസമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയതെന്ന്. അതും ആ ആവി പിടിക്കുന്ന തിരക്കുണ്ടല്ലോ, 3 ദിവസം ആവി പിടിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ആവി പിടിക്കാനും കണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അന്ന് വിഷ്ണുവിന് സ്കൂളുള്ള ദിവസമായിരുന്നു, വെള്ളിയാഴ്ച. പിന്നെ വൃശ്ചിക മാസം തുടങ്ങുകയല്ലേ. അപ്പോൾ വൃശ്ചികത്തിൻ്റെ മുന്നേ ഒന്ന് വീട്ടിൽ പോയി പോരണം എൻ്റെ മനസ്സ് വല്ലാണ്ടായി പറയണം. കാരണം അമ്മേൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ വെച്ചുണ്ടാക്കി ഒന്നിച്ചിരുന്ന് തിന്നണത് ഒരു സന്തോഷം. പക്ഷേ വിഷ്ണു പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം അമ്മ, ഇപ്പം ഞാനില്ല സ്കൂൾക്ക് പോട്ടെന്ന്. പിന്നെ അതും മുടക്കണ്ടായിരുത്തി. ഇത് വിഷ്ണു നട്ട ചെടികളാണ് കേട്ടോ. ഇത് കുറേ മുന്നേ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. അതിലത്തെ പൂക്കളാണ്. പൂവൊക്കെ നല്ല ഭംഗി കാണാൻ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ അമ്മക്ക് ഇവിടെ എന്തൊക്കെയോ തിരക്കിട്ട പണിയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്താ അമ്മ ഇവിടെ നിങ്ങൾക്ക് പണി? അപ്പോൾ അവിടെ താട്ടനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനും അമ്മയും വർത്താനം പറയണതൊക്കെ കട്ടാക്കിയത്. താട്ടൻ അവിടെ ഫോണും കണ്ട് ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓനാണെങ്കിൽ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും ഓന് ഇടക്കും തലക്കൊന്നും വന്ന് പാളി വെക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ വെളിച്ചെണ്ണ കുപ്പി കണ്ടാണ്ട് ഇതെന്തൊരു എണ്ണയാണ് അമ്മ ചോദിച്ചത്. അപ്പം അമ്മ പറഞ്ഞത് സൺഫ്ലവർ ഓയിലാണെന്ന്. അപ്പം അമ്മ അതാട്ടോ അപ്പോൾ വാങ്ങൽ. അപ്പം അമ്മ അതാ ഉപ്പേരി ഉണ്ടാക്കണ തിരക്കിയെന്ന്. ഞാൻ ചോദിച്ചു ഇത് എന്തൊരു ഉപ്പേരിയാണ് അമ്മ? അപ്പം ഇലയാണ് കേട്ടോ. എന്താ പ്രഷർ ചീര, ഷുഗർ ചീര എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ കേട്ടോ. അങ്ങനെ തോന്നുന്നു പറയുക. ആ ഒരു ഇലയാണ് കേട്ടോ. അതിൽ പച്ചക്കായ ഇട്ടിട്ടുണ്ട്, ചെറുപ്പയറുണ്ടല്ലോ അതൊക്കെ പാടിട്ടാണ്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ പോന്നപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി പോന്നേന്നു. വിഷ്ണു പോരാത്തതിൻ്റെ സങ്കടം വല്ലാതെ ഉണ്ട്. എന്നാലും സ്കൂൾക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനായിട്ട് മുടക്കണ്ടെന്നും കരുതിയിട്ടോ. എന്തായാലും സ്കൂളില്ലാത്ത ദിവസം ഒന്നും കൂടെ അങ്ങോട്ട് വരണം. അങ്ങനെ ഇതാ ചിക്കനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ അടിപൊളി ഒരു കറിയല്ല, വറ്റിക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടണം. ചിക്കൻ ഇതാ നന്നാക്കി എടുക്കാൻ കഷ്ണങ്ങളൊക്കെ ആക്കാൻ ഉണ്ടാവുകയാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ അച്ഛൻ കത്തി വയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി, ചെറുതാക്കണ്ട നീ എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ ഞാൻ കഴുകിയെടുക്കാമെന്നും പറഞ്ഞു കേട്ടോ. അമ്മേൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ഞങ്ങളെ കണ്ടിട്ട് കുറേ കാലമായില്ലേ, ഇപ്പോൾ കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ അമ്മേൻ്റെ വിറക് കെട്ടിയൊക്കെ ആകെ പറ്റ താന്നിക്കണം, വിറകൊന്നും ഇല്ലാണ്ടായിക്കണം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വിറക് ഉണ്ടാക്കിയെന്നല്ല, അന്ന് അമ്മക്ക് വിറക് കൊടുക്കണം എന്ന് കരുതിയതായിരുന്നു. പക്ഷേ പിന്നെ ഇവിടെയും വിറകില്ലാണ്ടായി. അപ്പോൾ ആ വിറക് ഞങ്ങളെടുത്തു. പിന്നെ ഓല് രണ്ടാളല്ലേ, അമ്മയും താട്ടനല്ലേ ഉള്ളൂ, ഓൽക്ക് കത്തിക്കാനുള്ള വിറക് അവിടെ ഉണ്ട്. എന്നാലും വേണ്ടില്ല, വിറക് തീരെ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വാങ്ങി കൊടുക്കുക ഒക്കെ വേണമെന്ന് കരുതുകയാണ്. അമ്മ അതാ ചിക്കന് കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാണ്ട. അപ്പം ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് പണി പറഞ്ഞാൽ ഉള്ളി പൊളിക്കാണ്ട്, ഉള്ളി തോലൊളിക്കാണ്ട്, വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ തോലൊളിക്കാണ്ട്. സൂര്യമോളുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ താട്ടൻ്റെ ഒപ്പം. പിന്നെ ഇതാ ചായക്ക് 2 ഗ്ലാസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇതെന്താ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് താട്ടൻ ചൂണ്ടലിടാൻ പോകാൻ വേണ്ടിയിട്ട് വാങ്ങണ സാധനങ്ങളാട്ടോ. പൈനാപ്പിളിൻ്റെ അത് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അതിക്ക് ചേർക്കണതല്ലേ. അപ്പോൾ ചൂണ്ടലിടാൻ പോകുമ്പോൾ പറഞ്ഞാൽ അതിൽ ഓൻ ചൂണ്ടലിടാൻ മൈദ അങ്ങനെ എന്തൊക്കെയാണ് കോഴിത്തീറ്റ എന്തൊക്കെയോ കുറേ സാധനങ്ങളാണ് ഉണ്ടാക്കി കൊണ്ടുപോകണം. എന്നിട്ട് അതിനോടൊക്കെയാണ് വലിയ ഓരോ മീനും പിടിച്ച് പോരൽ കേട്ടോ. അതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഓൻ തന്നെ അറിയുള്ളൂ. ചിക്കൻ വെക്കാനില്ലാത്ത സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇതാ ഓൻ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ആളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. പച്ചക്കറി കൊട്ടൊക്കെ കണ്ട് ഞാനും അന്തം വിട്ടു. കുറേ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ അത്രയും സാധനങ്ങൾ എന്ന്. പിന്നെ വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങുകയാണ് കേട്ടോ. സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വലിയ സാധനങ്ങൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. അങ്ങനെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നന്നാക്കി എടുക്കട്ടെ കേട്ടോ.
അമ്മ ഇതാക്കണ് ഇഞ്ചി പറിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ, ഒരു കൈക്കോട്ടും കൊണ്ട്. ഇഞ്ചി പിന്നെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ അമ്മ കുഴിച്ചിട്ട ഇഞ്ചി തന്നെ ഉണ്ട്. ഇഞ്ചി കടയിൽ നിന്ന് വാങ്ങിയാലും അമ്മ അതിൽ നിന്ന് കുറച്ച് ബാക്കി എടുത്താണ്ട് ബാക്കി എന്താട്ടും അമ്മ അവിടെ തൊടിയിൽ പോയാണ്ട് കുഴിച്ചിടും കേട്ടോ. അങ്ങനെ അവിടെ ഇഞ്ചി ഉള്ളതുകൊണ്ട് ഇഞ്ചിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ കുറച്ച് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പം അമ്മ അറിയും ഇത് കൂടെ ഒക്കെ പന്നികൾ വരലുണ്ട്, പന്നി ഉണ്ടല്ലോ അത് വരും, എന്താ ചേമ്പും ചേനൊക്കെ കളച്ച് പോകലുണ്ട് അറിയും കേട്ടോ. അപ്പം അമ്മക്കും ഗതികേടാണ്, നമ്മൾ കുഴിച്ചിട്ട് സാധനം പന്നിയൊക്കെ കുത്തി പോവുക അറിയുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതാ ഞാൻ മിക്സീൻ്റെ ജാറ് ചോദിച്ചു അരക്കാൻ വേണ്ടിയിട്ട്, ചതക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറ് തരുമമ്മ, ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കട്ടെ എന്ന്. അപ്പോഴാണ് പറഞ്ഞത് മിക്സി വീണ്ടും കേടായിട്ടുണ്ടെന്ന്. ആദ്യം ഒരു കുറി മിക്സി അല്ല ജാറാണ് കേടായത് കേട്ടോ. ആദ്യം ഒരു ജാറുണ്ടായിരുന്നു, ആദ്യത്തെ ജാറ് നന്നാക്കണം പറഞ്ഞിട്ട് അത് ഇത്ര കാലമായിട്ട് നന്നാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ ഞങ്ങളെല്ലാവരും കൂട്ടത്തിൽ നിന്നേന്നല്ലോ, അച്ഛന് അങ്ങനെ ആയതിന് ശേഷം ഇവിടെ എല്ലാവരും നിന്ന സമയത്ത് അരക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ജാറില്ല. അപ്പം പോയാണ്ട് ഒരു ജാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ജാറുണ്ടായിരുന്നു, ആ ജാറ് പിന്നെയും കിടന്നാണ് പറഞ്ഞു. ഇനിയിപ്പോൾ അത് നന്നാക്കിയിട്ട് വേണമെന്ന് പറയുന്നുണ്ട് അമ്മ. അതുവരെ അരവ് ഒന്നും ഉണ്ടാവില്ല, വെറും അരക്കാത്ത കറി കൂട്ടണ്ടായിരുന്നു പറഞ്ഞു. എന്തായാലും ഇതാ ഞാൻ എൻ്റെ കുത്തിച്ചതക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കണ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മ പുതിന തൊടിയിൽ പോയാണ്ട് 2 ഇല്ലി കറിവേപ്പിലയും പറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയൊരു വെളിച്ചെണ്ണ പാക്ക് ഉണ്ടായിരുന്നു, ആ വെളിച്ചെണ്ണ ഞാൻ കുപ്പിക്ക് ഒഴിക്കട്ടെ കാരണം അമ്മ അങ്ങോട്ട് വന്നതായിരുന്നു. പിന്നെ സൺഫ്ലവർ ഓയിൽ ചിക്കനക്ക് വേണമെങ്കിൽ എടുക്കണ്ട, വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചിക്കൻ പൊരിക്കണോ വേണ്ട എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം. ഏതായാലും ഞാനൊക്കെ റെഡിയാക്കി വെക്കട്ടെ, തീരുമാനിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ കുറച്ച് ചോറ് വാങ്ങി പോന്നേന്നു കേട്ടോ. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു, കണ്ട കൂട്ടുകാർക്ക് അറിയാം. കുറച്ച് റൈസ് ചോറ് വാങ്ങി പോന്നേന്നു. എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് വെച്ച് പോരാനുള്ള നേരമൊന്നും ഇല്ലേന്നു കേട്ടോ, അമ്മക്ക് കൊണ്ടുവരാനുള്ള നേരമൊന്നും ഇല്ലേന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ സൂര്യമോളെ ആവി പിടിച്ചാണ്ട് പിന്നെ ഇവിടെ വീട്ടിൽ വന്നാണ്ട് വെച്ചാണ്ട് തിന്നാനുള്ള നേരം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരത്ത് പോകും വേണ്ടേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത് ഞങ്ങൾ വീട്ടിൽ നിന്നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടോ. അമ്മ തിന്നിട്ട് കുറേ കാലമായിട്ടുണ്ടാവില്ല. ഇവിടെ വാങ്ങുകയാണെങ്കിൽ തന്നെ ചിക്കനും മീനൊക്കെ വാങ്ങും കേട്ടോ, പക്ഷേ ബിരിയാണി നെയ്ച്ചോറൊന്നും വെക്കലില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല താട്ടം വല്ലാതെ തിന്നാത്തതുകൊണ്ട് അങ്ങനെ വെക്കൂല. ഞങ്ങളൊക്കെ വരണം, അതുകൊണ്ട് അമ്മ തിന്നോട്ടെ വിചാരിച്ചാണ്ട് അമ്മക്കായിട്ട് വാങ്ങി പോന്ന കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു വെറും ചോറുണ്ടായിരുന്നു ഞങ്ങൾക്ക് തിന്നാനൊക്കെ. പിന്നെ റൈസ് വാങ്ങുക പറഞ്ഞാൽ 3 ആൾക്കുള്ള റൈസ് വാങ്ങിയാലും അമ്മക്ക് രാത്രിയൊക്കെ തിന്നുകയാണെങ്കിൽ തിന്നോട്ടെ വിചാരിച്ചാണ്ട് അങ്ങനെ എടുത്ത കാലം. പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ തിന്നണതല്ലേ, ഇവിടെ വീട്ടിൽ വെക്കലുണ്ട്, ഹോട്ടലിൽ പോയി തിന്നലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മൻ്റെ ആഗ്രഹമുണ്ട് തീരട്ടെ, അതുകൊണ്ട് അങ്ങനെ വാങ്ങി പോകുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കട്ടെ. അമ്മ അത് അടുപ്പത്ത് കുടിക്കാനുള്ള ചുടുവെള്ളം വെച്ചേന്നു കേട്ടോ. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക, കുടിക്കണമെങ്കിൽ ചുടുവെള്ളം എടുക്കണമെങ്കിൽ എടുക്കാറുണ്ട്, അങ്ങനെ അടുപ്പത്ത് വെച്ചേന്നു. അപ്പോൾ അതിങ്ങോട്ട് വാങ്ങി വെച്ചാണ്ട് ഞാൻ വിറകിട്ട് കത്തിക്കട്ടെ. പിന്നെ അമ്മ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, കത്തിക്കാനുള്ള വിറകുണ്ട് അവിടെ, വിറക് എടുക്കണോ കൊണ്ടുവരണോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട്, ഇത് മതി അറിയട്ടോ. അപ്പോൾ ഒരു വെളിച്ചെണ്ണ പാക്ക് ഉണ്ടായിരുന്നു വലുത്, അത് അമ്മ എടുത്താണ്ട് കുപ്പിക്ക് ഒഴിച്ച് വെച്ചിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു എനക്ക് വേണമെങ്കിൽ എടുത്ത് ചിക്കൻ വെക്കണമെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ വീട് കണ്ട മക്കളെ, നമ്മളെ അടുക്കള കണ്ടില്ല നിങ്ങൾ? എന്നോട് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിരുന്നു നല്ലൊരു അടുക്കള ഉണ്ടാക്കി കൂടെ കയറ്റിക്കൂടെ എന്ന്. കൂട്ടുകാർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ട ഉള്ള അവസ്ഥ തന്നെ നമുക്കറിയില്ല. കാരണം അടുക്കള നമുക്ക് ഇവിടെ കയറ്റി കൊടുക്കാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്. നമ്മളെ സാഹചര്യങ്ങൾ എങ്ങനെ എന്താ ഏതൊക്കെ കൂട്ടുകാർക്കും ഒരു വിധത്തിലൊക്കെ അറിയാലോ. ഈ വീട് കണ്ടില്ലേ, അടുക്കള ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ചെരിഞ്ഞിക്കും കേട്ടോ. അടുക്കള തന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തൂൺകാലുണ്ട്, കാല് വെച്ചാണ്, അത് ഇങ്ങോട്ട് കയറിട്ട് കെട്ടി വലിച്ചേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു നിലയിൽ ഇങ്ങനെ നിൽക്കണത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അമ്മക്കും ഒരു അടുക്കള ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ സാഹചര്യം മനസ്സിലാക്കണം, നമുക്ക് എല്ലാത്തിനും വേണമല്ലോ പൈസ. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ അവസ്ഥയും അവിടുത്തെ അവസ്ഥയൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നന്നായൊക്കെ അമ്മനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയായാൽ അമ്മനെ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏതോ നടക്കും എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്, വിശ്വാസമുണ്ട്. കൂട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാം ഒന്ന് റെഡിയായി കിട്ടാനൊക്കെ. അങ്ങനെ ഇതാ മക്കളെ, ഞാൻ മൺചട്ടിയിൽ ചിക്കൻ കറി ഉണ്ടാക്കണം കരുതിയെന്നത് കേട്ടോ. ഞാൻ അമ്മനോട് പറഞ്ഞു മൺചട്ടി ഉണ്ടെങ്കിൽ തരും അമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ആ ചിക്കൻ കൊള്ളാനുള്ള മൺചട്ടിയൊന്നും ഇവിടെ ഇല്ല, ഇജ്ജ് വേണമെങ്കിൽ ഈ ഒരു ഉരുളി എടുത്തു പറഞ്ഞു. അങ്ങനെ അമ്മ അത് തന്നു കേട്ടോ. അതിലിതാ ഞാൻ
വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഉള്ളി വഴറ്റി പിന്നെ അതാ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതുണ്ടല്ലോ, കറിവേപ്പില, അതൊക്കെ പാടിട്ടാണ്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞേന്നു കേട്ടോ, ഇങ്ങോട്ട് തൂൺകാലൊക്കെ താട്ടം കൊണ്ടുവന്നിട്ടുണ്ട്, മുളേൻ്റെ തൂൺകാലുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ വീട് മേയാനുള്ള കവുങ്ങ് വേണം, കവുങ്ങ് കൊണ്ടുവന്നിട്ടില്ല, അതും കൂടെ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങളെ വിളിക്കുക, നിങ്ങൾ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നിനല്ല കേട്ടോ, ഈ വീട് പുതുക്കി പണിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടപ്പൊന്ന് ഊതി കത്തിക്കട്ടെ, അടപ്പൊക്കെ കെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെ വീഡിയോയിൽ നമ്മളെ കാര്യങ്ങളാണ് കേട്ടോ പറയണത്. ഒരു ദിവസം നമുക്ക് എന്നും സന്തോഷം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് പറ്റിക്കോണമെന്നും ഉണ്ടാവില്ല. ജീവിതമല്ലേ, എല്ലാവരും ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷം ഉണ്ടായിക്കോണമെന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ നമ്മൾ എന്നും സന്തോഷം കൊണ്ടുവരണം എന്നിട്ട് വിചാരിക്കൽ. പക്ഷെ സന്തോഷം ചില ദിവസങ്ങളിൽ കൊണ്ടുവരാൻ കഴിയില്ല, കാരണം സാഹചര്യങ്ങൾ അങ്ങനെ ആവും, മനുഷ്യനല്ലേ. അതുകൊണ്ട് ദുഃഖം, സങ്കടം, സന്തോഷം എല്ലാതും ഉണ്ടാവും ആ ജീവിതത്തിൽ. അതുകൊണ്ട് ആ ഒരു സങ്കടമായാലും സന്തോഷമായാലും എന്ത് തന്നെ ആയാലും നമ്മളെ കൂട്ടുകാരെ മുന്നിൽ നമ്മൾ പറയലുണ്ട്. ആ കൂട്ടത്തിൽ ഇതും പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വേവിക്കാനുള്ള വെള്ളം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഈ ഒരു അടപ്പിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എൻ്റെ ഒരു തോന്നലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ അടപ്പത്ത് എന്ത് വെച്ചാൽ എളുപ്പത്തിൽ വേഗണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു അടപ്പിൻ്റെ ഐശ്വര്യമാണ്. അങ്ങനെ ചിക്കൻ കറി ഉഷാറായിട്ട് തിളക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തിളക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. ഇന്നത്തെ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കും കേട്ടോ, കാരണം ഇനിയിപ്പോൾ വൃശ്ചിക മാസം വരില്ലേ. അപ്പം അമ്മ പറഞ്ഞു ചിക്കൻ കറി ഇന്നൊക്കെ തന്നെ മതി, ഇന്ന് തിന്ന് തീർക്കണം, ഇനി 2 ദിവസത്തിന് ചിക്കനും മീനൊന്നും വേണ്ടെന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിത് തിന്ന് തീർത്തിട്ട് തന്നെ ഇവിടുന്ന് പോകുള്ളൂ. പിന്നെ രാത്രിയൊക്കെ അല്ലാതെ അമ്മക്കും താട്ടനുള്ളത് അവിടെ വെച്ചിട്ട് പോകും കേട്ടോ. പിന്നെ വിഷ്ണുവിന് പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഓനിപ്പോൾ ഞങ്ങളൊപ്പം പോരാറ് പോന്നിട്ടില്ലേന്നല്ലോ. ഇതൊക്കെ പച്ചമുളക് ഇടാൻ മറന്നേന്നു കേട്ടോ. ഒരു നല്ല നീളമുള്ള പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. വെയിലിൻ്റെ ചൂട് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു നല്ല മഴക്കോളും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നല്ല വെയിലാണ്. അപ്പം അമ്മ പറഞ്ഞു നല്ല മഴ വരും, വൈകുന്നേരമായ നല്ല മഴ ഉണ്ടാവലുണ്ട് ഇവിടെ എന്ന്. പക്ഷേ വണ്ടൂർ അങ്ങനെ ഇങ്ങനൊന്നും മഴ ഉണ്ടാവലില്ല, കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഒരു മുള കണ്ടില്ല നിങ്ങളൊരു മുളേൻ്റെ കാല്, അത് താട്ടം കൊണ്ടുവന്നിട്ടാട്ടോ, പുഴയിൽ നിന്ന് കൊണ്ടുവന്നിടലാണ്. അപ്പം നമ്മൾ ടാങ്ക് ഉണ്ട് ഇവിടെ, ഇതിൽ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പം ആ മീനൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നേന്ന്. കുറേ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അവിടെ മീനിനൊരു അനക്കുമില്ല, മീനിനെ കണ്ട തന്നെയല്ല. ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കാണാൻ തുടങ്ങിയതാണ് ഞങ്ങളെ വീട്ടിൽ ഇതേപോലെ ഒരു ഷെഡ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. അതെന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് നല്ലൊരു അടുക്കള കിട്ടണം എന്നൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹം ഉള്ളതായിരുന്നു, സ്വപ്നമായിരുന്നു. പക്ഷെ അത് സാക്ഷാത്കരിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാവും ഒന്നും അറിയണില്ല. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയൊക്കെ ശരിയാവും എന്ന് വിചാരിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ കൂട്ടുകാർ പറയും ദാരിദ്ര്യം പറയാണ്. അല്ല കേട്ടോ, നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് നമ്മൾ യൂട്യൂബിൽ കൊണ്ടുവരൽ. അതേപോലെ നമ്മളെ സന്തോഷം സങ്കടമൊക്കെ നമ്മൾ പറയണ്ട, അക്കൂട്ടത്തിൽ ഇതൊക്കെ പറയണം. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ജീവിതമല്ലേ. അപ്പം അമ്മ വിറക് എടുക്കാൻ വേണ്ടിയിട്ട് മേലക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. വിറകില്ല അറിയണ്ട അമ്മ, ഇനി വിറകില്ലെങ്കിൽ എങ്ങനെ. ഞാൻ അമ്മനോട് ഫോൺ വിളിച്ചു പറഞ്ഞാൽ അമ്മ താട്ടം വിറക് ഏറ്റി കൊണ്ടുവന്ന് കൊടുക്കലുണ്ട് കേട്ടോ. പുഴയെന്നോ വിറകൊക്കെ ഉണ്ടാക്കി ഓനും കൊണ്ടുവന്ന് കൊടുക്കലുണ്ട്. എത്ര എഴുതിയിട്ടാണ് അങ്ങനെ ഏറ്റി കൊണ്ടുവരുന്നത് അല്ലേ. അപ്പം ഞാൻ അമ്മനോടാണ്, ഞാൻ ഒരു ദിവസം വരൻ്റെ അമ്മ, ഒരു ദിവസമല്ല 2-3 ദിവസമൊക്കെ സ്കൂളിന് ഒഴിവുള്ള ദിവസം വരൻ്റെ അമ്മക്ക് വിറകിന് പോകണം, വിറകിന് പോയിട്ട് നമുക്ക് വിറക് കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോകുമല്ലൊന്നും എനിക്കറിയില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ചെറിയ ചെമ്പട്ടി എടുത്ത് അകത്തേക്കോട് പോന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ അമ്മക്ക് ചോറ് കൊണ്ടുവന്നേന്ന് ഒന്ന്. അപ്പം അമ്മനോട് ഞാൻ അപ്പം തന്നെ പറഞ്ഞാണ് അമ്മ അത് എടുത്താണ്ട് പാത്രത്തേക്ക് മാറ്റി വയ്ക്കുന്ന. അപ്പം അമ്മ പറഞ്ഞ് പാത്രത്തേക്ക് മാറ്റി വെക്കണ്ട, ഇതിൽ തന്നെ നിന്നോട്ട്, ഇത് നല്ല ചൂടുണ്ട്, പാത്രത്തേക്ക് മാറ്റി ചൂടാറുള്ളൂ പറഞ്ഞ്. അമ്മ മാറ്റി വെച്ചിട്ടില്ലേന്ന്. അപ്പം ഞങ്ങൾ ചോറ് തിന്നാൻ നേരത്തെ ചോറ് ചെമ്പട്ടിക്ക് മാറ്റി വെക്കാണ് കേട്ടോ. ഇവിടെ പിന്നെ പാത്രങ്ങൾ പറഞ്ഞാൽ പലവിധ പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ. മൺചട്ടികളാണെങ്കിൽ അങ്ങനെ. അമ്മ ഈ പാത്രങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തൂല, ഒരുപാട് പാത്രങ്ങൾ അമ്മ വാങ്ങിയേക്കും. അതുകൊണ്ട് തന്നെ പാത്രത്തിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ.
അങ്ങനെ ചിക്കൻ കറി അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും കണ്ട് ചോറ് വിളമ്പാൻ നിൽക്കുക. അപ്പം താട്ടനോട് ചോദിച്ചപ്പോൾ താട്ടന് പറഞ്ഞു എനിക്ക് വെറും ചോറ് മതി പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വെറും ചോറ് തന്നെ ഇട്ടെടുക്കണത്. സൂര്യമ്മൾക്ക് മാത്രം ചോറ് വെറും ചോറല്ല, ഓൾക്ക് ബിരിയാണീൻ്റെ റൈസാണ് കേട്ടോ. അപ്പോൾ ഓളാണെങ്കിൽ അങ്ങനെ ചിക്കൻ കറി കൂട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്കുള്ള ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഉപ്പേരി അവിടെ അമ്മ ഉണ്ടാക്കിയ ഇലേൻ്റെ ഉപ്പേരി, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സൂര്യമ്മൾക്കുള്ള ചോറ് അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടായാലും ഇങ്ങനെ നടക്കണേ, അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, മക്കളെല്ലാവരും തീറ്റം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു തീറ്റയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ തിന്നണ്ട, ഒരുമിച്ച് തിന്നാൽ മതി പറഞ്ഞിട്ട് അമ്മക്കുള്ള ചോറ് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ അച്ഛന് എനിക്ക് ഇതാ സുറുക്കമുളക് ഉണ്ടായിരുന്നു കേട്ടോ, ചീനപ്പറങ്ങി മുളക്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ചോറാട്ടോ ഇപ്പോൾ വിളമ്പണ. താട്ടനുള്ള ചോറ് ഓനക്ക് വിളമ്പി ഓന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ചോറ് കുറവാണെന്ന്. കാരണം ഇന്നാൾ ഞങ്ങൾ ഇതേപോലെ ചോറ് വാങ്ങിയപ്പോൾ നല്ലോണം ചോറുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയായിട്ടും ഉണ്ടാണില്ല. ഞാൻ പറഞ്ഞില്ല വറ്റിച്ചെടുക്കുകയാണെന്ന്. കറിയൊക്കെ വറ്റിയതിന് ശേഷം കേട്ടോ പിന്നെ ചോറ് വിളമ്പാൻ നിന്നത്. അമ്മക്കുള്ള ചോറ് ഇതാ സ്പെഷ്യലായിട്ട് ഞാൻ വിളമ്പുണ്ട് കേട്ടോ. ചിക്കൻ കറി ഇതാ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്മ അവിടെ നിലത്താട്ടെ ഇരുന്നത്. അമ്മനോട് പറഞ്ഞു ഇവിടേക്ക് ഇരിക്കുക. അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോണ്ട്, വാതിൽ കട്ടിലുണ്ടല്ലോ അതിൻ്റെ അടുത്ത് അമ്മയായിരുന്നു, ഞങ്ങളിതാ ഇവിടെ ഇരുന്നു കേട്ടോ. സൂര്യമോളും ഉണ്ട് ഇരിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചോറൊക്കെ തിന്ന് ചോറിട്ട് കഴിഞ്ഞു. ഞാൻ ഒരുവിധം പാത്രം കഴുകി. അതേപോലെ അമ്മക്കും ഉണ്ട് പാത്രം കഴുകാൻ. അമ്മയും പാത്രം കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടോ ചോറിട്ട് കഴിഞ്ഞാണ്ട്. ഏത് ഈ ചൂടുവെള്ളോ? ഏയിലാണ് ഫ്ലാസ്കിലോ? കുറച്ചുണ്ടാക്കിയാ പോരെ? നമ്മൾ പെട്ടെന്ന് പോവേ. ചിന്തല്ലേ പറഞ്ഞിട്ട് ഓളാ പൊടി ഇരുന്നത്. ഓളാണ് പോലെ ആയിക്കോട്ടെ. ചായ ഒത്തിരി കടുപ്പം കൂടും അല്ലേ? കൊണ്ട ഇതൊക്കെ പഞ്ചസാര ഇട്ടേ. കൈയിടാൻ പാടില്ല, കൈയിടല്ലേ. എടി അന്നത്തെ ഫ്ലാസ്ക് അല്ലത്. പോയോ അമ്മമ്മക്ക് എന്താണ് പണി? പോയി നോക്കിയാ എത്ര കൊല്ലായി? ഈ ചായപ്പൊടി ഉണ്ടാവില്ല. കഴിക്കൊന്നുമില്ല ശരിക്കും. ആറ്റണം കേട്ടോ, ഇവിടെ തന്നെ ആറ്റി. കട്ടൻ ചായ ആ പാൽപ്പൊടി വാങ്ങിയ മതി. അത് വാങ്ങണം പറഞ്ഞ വാങ്ങിയില്ല. മാറില്ല, ചൂടുണ്ട് മാറിക്ക്. അങ്ങനെ കാട്ടാൻ പാടില്ല. അങ്ങനെ കാട്ടുന്ന കുട്ടികളെ കുടിച്ചോണ്ടോ പേരം കുടിച്ചോണ്ടോ. എവിടെ എന്താ എനിക്ക് വേണ്ടി ചൂടാറ്റേ? സൂര്യക്ക് ചായ ചൂടാക്കിയത് മതിയാ. തണുത്ത ചായ അത് ചൂടാക്കിയാണ്. അനക്ക് പല്ല് വേനിക്കണ്ട് ഇപ്പോഴും? ഇപ്പോഴും പല്ലിന് പൊത്തൊന്നുമില്ല, പല്ല് വേനിക്കണ്ട് അറിയാം.
എന്ത് ഇന്നലെ രാത്രി ഈ നേരത്ത് തുടങ്ങിയിട്ട് രാത്രി 9 മണി വരെയൊക്കെ മഴ ഉണ്ടായിരുന്നോ? രാത്രി 6 മണിക്ക് 7 മണിക്കൊക്കെ തുടങ്ങി 7 മണിക്കൊന്നും തുണിയാളോ ഇന്ന് സൂര്യ ഇത് തണുത്ത ചായ ഇത് കുടിച്ച ചായ കുടിക്ക്. വേഗം കൊണ്ടേ ഇല്ലല്ലോ അമ്മ ഇത് തെയ്യോ നല്ല സാധ്യത ഉണ്ട്. അമ്മ അങ്ങോട്ട് പോയോ എടുക്കാൻ? എന്റെ ചായ ആക്കണം ചൂടാക്കി. ഇത് നല്ല ചൂടുണ്ടാവും കുട്ടിയെ. നമുക്ക് ചൂടാക്കി കൊടുക്കണം, തണുപ്പിച്ച് കൊടുക്കണം. എന്താണ് ഒരുങ്ങണ ഇപ്പൊ നല്ല മഴക്കാറുണ്ട് അറിയാം. മഴ ഒരുങ്ങിക്കോ. ഒരുങ്ങണ്ടേ? അതെന്താ? എനിക്ക് ചായ ആണെന്ന് എന്താ കടിയില്ലേ മിച്ചറവാ? അച്ചപ്പം ആ നുറുക്കും ബിസ്ക്കറ്റും ഉണ്ട്. അച്ചപ്പം വേണം. പകുതി മതി. ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഒരു മൊന്ത എടുത്തിട്ടാണ്. കൂട്ടുകാരെ ചോദിക്കാത്ത മൊന്തയ്ക്കും അതിന് പറയാം. എങ്ങനെയൊക്കെയാണ് ഓള് ചായ കുടിക്കണ നോക്കി. സൂര്യ എത്താണത് ആ ചായ ക്ലാസ്സിൽ ഓള് കളിക്കണ സൈക്കിൾ ഇട്ടണം. എന്നിട്ട് അതില് ചായ കുടിക്കുക. അത് കടയിൽ നിന്ന് ഇപ്പൊ വാങ്ങി കൊടുത്തിട്ടുള്ളൂ. സൂര്യ അതിൻ്റെ ഇടയിൽ ഒരു 4:30 ആയപ്പോൾ നല്ല ഇടി മഴ ആയിട്ടോ. അപ്പോൾ മഴ തോർന്നിട്ട് വേണം പിന്നെ ഞങ്ങൾ വണ്ടൂർക്ക് പോരുക, അല്ലെങ്കിൽ പോരുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ. കാരണം വിഷ്ണു അവിടെ അല്ലേ. അപ്പോൾ അമ്മക്കും ഭയങ്കര ഗതിയാണ്. അമ്മ പറഞ്ഞു പോയിക്കോളി, എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളി പറഞ്ഞിട്ടോ. നല്ല മഴ ഇടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പോകാൻ കഴിയൂല അമ്മ, മഴ തോരില്ല, നാളെ പോകാറുണ്ട് കേട്ടോ. പിന്നെ വിഷ്ണുവിന് ഫോൺ വിളിച്ച് പറഞ്ഞു കേട്ടോ, വിഷ്ണു ഞങ്ങളിന്ന് വരില്ല, നല്ല മഴയാണ്, ഞങ്ങൾ നാളെ വരാട്ടോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓനും ഒരുമാതിരി ഒരു ഭയങ്കര സങ്കടമായിട്ടോ. ഞങ്ങൾ 3 ആൾ ഇവിടെ, ഓന് മാത്രം അവിടെ. ഓന് രാജും ചേച്ചിയൊക്കെ അല്ലേ, ഓന് അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഓന് സൗണ്ടൊക്കെ മാറിട്ടോ. ഒരു കരച്ചിലൊക്കെ വരുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതേപോലെ ആയിട്ടോ. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, മഴ ഇപ്പം ഒരു 7 മണി 7:30 ആയപ്പോൾ മഴ ചെറുതായിട്ട് തോർന്നിട്ടോ, നിങ്ങൾ പോയിക്കോളി, അല്ല ഇപ്പം എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ. താട്ട ഉണ്ടായിരുന്നു കേട്ടോ. താട്ട ആ ഇടി മഴത്തും പിന്നെ കടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ താട്ടനെ എണീറ്റത്. അങ്ങനെ ഓനോണ്ടൊക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓനെ സങ്കടപ്പെടുത്തണ്ടാണ്. അമ്മക്കും ഭയങ്കര ഗതിയാണ്. അമ്മ പറഞ്ഞു ആ കുട്ടീനെ അവിടെ ഇട്ടാണ്ട് ഇവിടെ നിൽക്കണ്ട, ഇനി പിന്നെ ഒരു ദിവസം നിങ്ങൾ വന്നോളൂ പറഞ്ഞു. അങ്ങനെ അമ്മയും ടാറ്റ തന്നതാണ്. ഞങ്ങൾ പോവാണ് മക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളൊക്കെ. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ല. ഇനി എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരണ്ട്. അങ്ങനെ നമ്മൾ പോവായി. ബൈക്കുമ്പോൾ തന്നെ വിട്ട പോകണം. മഴ ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ മേലെ റോട്ടിലാട്ടോ വണ്ടി നിർത്തിയത്. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.